പ്രൈസ് ഗോഡ്. 4-ാം അധ്യായത്തിൽ ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നുവെന്ന് തുടങ്ങിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കു വേണ്ടി നിയമിക്കപ്പെടുന്നു. ഇതാണ് 1-ാമത്തെ വാക്യം. പഴയ നിയമകാലത്തെ ഒരു പുരോഹിതന് വേണ്ട ക്വാളിഫിക്കേഷൻസ് നാം ഇവിടെ വായിക്കണം. ഒന്നാമതായിട്ട്, അവൻ മനുഷ്യനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കും. രണ്ടാമത്, മനുഷ്യന് വേണ്ടി നിയമിക്കപ്പെട്ടവനാകുന്നു. മൂന്നാമത്, മനുഷ്യർക്ക് വേണ്ടി അവരെ റെപ്രസെൻ്റ് ചെയ്ത് ദൈവം മുൻപാകെ കടന്നു ചെല്ലുന്നവനാണ്. 4-ാം വാക്യത്തിൽ നാം ഒരു പുരോഹിതന് വേണ്ട 4-ാമത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനത്ത് സ്വതവേ എടുക്കുന്നില്ല. 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മനുഷ്യനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഈ മഹാപുരോഹിതൻ തൻ്റെ ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടവനാണ്. ജനത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്നതിന് മുമ്പ് അഹരോൻ തൻ്റെ സ്വയപാപങ്ങൾക്ക് പരിഹാരയാഗങ്ങൾ അർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഒരു പുരോഹിതനാകുവാൻ ദൈവവിളി വേണം. ദൈവത്തിന് സ്വീകാര്യമായതുകൊണ്ടാണ് ക്രിസ്തു ഒരു പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് നാം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവനെ കൊടുത്തതത്രേ. ഇവിടെ പറയുന്നത് ബത്ലഹേമിൽ ജനിച്ച യേശു കർത്താവിൻ്റെ ജനനമല്ല. പിന്നെയോ യേശു കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉള്ള ഉയർപ്പിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സ്വർഗാരോഹണം മുതലാണ് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തു ആരംഭിച്ചത്. ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നമുക്ക് 6-ാം വാക്യം വായിക്കാം. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കൊരു മഹാപുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു ദൈവപുത്രനാണ്. അഹരോൻ ഒരു സേവകൻ മാത്രമാണ്. ഇവിടെ സങ്കീർത്തനം 110 4-ാമത്തെ വാക്യത്തിൻ്റെ കൊട്ടേഷനാണ് നമ്മൾ 6-ാം വാക്യത്തിൽ വായിച്ചത്. ഇവിടെ നാം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട്, ക്രിസ്തു അഹരോൻ്റെ ലേവ്യാക്രമത്തിൽ ഉള്ള പൗരോഹിത്യനല്ല. ഫാദർ ഏബ്രഹാം ഏകദേശം ക്രിസ്തുവിന് 2000 വർഷം മുമ്പാണ് ലോകത്തിൽ ജീവിച്ചത്. Moses was born 700 years after that, kind of. These are all approximate. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഇസ്രയേലിൻ്റെ ബോർഡറിലോ അഹരോൻ്റെ വംശാവലിയിലോ ഉൾക്കൊള്ളിക്കുവാൻ പര്യാപ്തം ഉള്ളതല്ല. ക്രൈസ്റ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ഹൈ പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് സെഞ്ച്വറീസ് ബിഫോർ ദ ലിവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇത് യേശു തന്നെ തൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. രണ്ടാമതായിട്ട്, ക്രിസ്തു മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന് പറയുന്നു. മൽക്കിസേദേക്ക് എന്ന രാജാവും ദൈവത്തിൻ്റെ പുരോഹിതനുമായവനെ ആദ്യമായിട്ട് നാം വായിക്കുന്നത് അവന് അബ്രാം സകലത്തിനും ദശാംശം കൊടുത്തു. ഹി ഈസ് ദ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ടു ബി ഗിവൺ ദ ടൈറ്റിൽ പ്രീസ്റ്റ് ഇൻ ദ ഹീബ്രു ബൈബിൾ. ഇനി ക്രിസ്തുവും മൽക്കിസേദേക്കും തമ്മിലുള്ള താരതമ്യങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരുന്നപ്പോൾ ഈ മൽക്കിസേദേക്കും യേശുവും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ആ സബ്ജക്റ്റ് അദ്ദേഹത്തിന് നല്ലപോലെ അറിയായിരുന്നു. അത് പല പ്രാവശ്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്ന് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇത്രയും സമയമെടുത്ത് എനിക്കിത് വായിച്ച് പഠിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. മൽക്കിസേദേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം കിങ് ഓഫ് റൈറ്റസ്നെസ് എന്നാണ്.
ശാലേം രാജാവാണ്, സമാധാനത്തിൻ്റെ രാജാവായി വന്നു. ക്രൈസ്റ്റ് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അത് നമ്മൾ യെശയ്യാവ് 9:6 വായിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന പേർ വിളിക്കും. മൽക്കിസദേക്ക് ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. ക്രിസ്തു ഈസ് ദ പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ. മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. ക്രിസ്തു തൻ്റെ ശരീരം അപ്പമായും രക്തം വീഞ്ഞായും മനുഷ്യരാശിക്ക് യാഗമായി. യേശു ക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനാണ്. ശാലോം യെരുശലേമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പ്രീസ്റ്റ്ഹുഡ് ഒരു ജാതിയിലോ രാജ്യത്തെയോ ഒതുങ്ങുന്നതല്ല. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ്. ക്രൈസ്റ്റ് പ്രീസ്റ്റ്ഹുഡ് order begins and ends in his own person and in himself, and it is eternal. Melchizedek is a foreshadow of Christ. ക്രിസ്തുവിൻ്റെ നിഴലാവുന്നു മൽക്കിസദേക്ക്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് അടുത്ത 6 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും നാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 7-ാം വാക്യവും 8-ാം വാക്യവും എന്നെ വളരെ ചിന്തിപ്പിച്ച വാക്യങ്ങളാകുന്നു. 7-ാം വാക്യം വായിക്കുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറക്ക നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുവിൻ്റെ കുരിശിൻ മരണം പിതാവിൻ്റെ പദ്ധതിയായിരുന്നു. എന്നാൽ അവൻ കുരിശിൽ മരിക്കരുത് എന്നായിരുന്നു സാത്താൻ്റെ പദ്ധതി. ഇത് നാം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 21-ാം വാക്യത്തിൽ യേശു തൻ്റെ കഷ്ടം സഹിച്ച് ഉള്ള മരണത്തിലേക്കും ഉയർത്തെഴുന്നേൽപ്പിനേക്കും കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവേ, ഇതരുതേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. കർത്താവിനോട് വാസ്തവത്തിൽ പത്രോസ് പൗരുഷമായിട്ട് സംസാരിച്ചു എന്ന് നാം വായിക്കുന്നു. പത്രോസിന് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് മാനുഷികമായ അദ്ദേഹം ഇത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിലും യേശു എന്താണ് അതിൽ മറുപടി നൽകിയെന്ന് നമുക്ക് വായിക്കാം. മത്തായി 16:23 വാക്യം. യേശു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. യോഹന്നാൻ 3:14 ഇങ്ങനെ വായിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. 7-ാം വാക്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഉറച്ച നിലവിളിയോടെ, കണ്ണുനീരോടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ചെയ്തു. 4-ാമത് ഭയഭക്തിയോടെ. ഗത്സമന തോട്ടത്തിലും കുരിശിലും വെച്ച് തന്നെയല്ല യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത്. പിതാവിനോടുള്ള സംസർഗം യേശു തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് പല വാക്യങ്ങളിൽ നമുക്ക് കാണാം. അത് കുറച്ച് ഞാൻ കോട്ട് ചെയ്യുകയാണ്. ലൂക്കോസ് 9:18 പറയുന്നു, യേശു തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. ലൂക്ക് 11:1 നാം വായിക്കുന്നു, യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലൂക്ക് 5:16 വീണ്ടും നമ്മൾ വായിക്കുന്നു, യേശുവോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലൂക്ക് 6:12 നാം വായിക്കുന്നു, ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. അന്നേരം യേശു പ്രാർത്ഥിച്ചത് ഗത്സമന തോട്ടത്തിലും കുരിശിൽ വെച്ചുള്ള പ്രാർത്ഥനകൾ മാത്രമേ നമ്മൾ സാധാരണ ഓർക്കാറുള്ളൂ. എന്നാൽ പിതാവുമായിട്ട് ഉള്ള സംസർഗം യേശു എപ്പോഴും പുലർത്തിയിരുന്നു. The rescue Jesus obtained was not from death but out of death. മരണത്തിൽ നിന്നുമല്ല, മരണത്തെയാണ് ക്രിസ്തു വിജയിച്ചത്. The resurrection of Jesus was the ultimate sign
of his acceptance and approval of God. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി താൻ കുരിശെന്ന യാഗപീഠത്തിൽ രക്തം ചൊരിഞ്ഞ് മരിക്കേണ്ടതാകുന്നുവെന്ന് യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു. ഈ 7-ാം വാക്യം ഒരു കാര്യം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവിൻ്റെ ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥന ഇത് മാനുഷികമായ കഷ്ടതയേക്കാൾ ഈ ലോകത്തിൻ്റെ പാപം തൻ്റെ മേൽ വഹിക്കേണ്ടി വരുമ്പോൾ ഉള്ള അവസ്ഥയാണ്. ആ പാപം മൂലം തൻ്റെ പിതാവിനോട് വേർപെടേണ്ടി വരുന്നു. അതിൻ്റെ വേദനയാണ് യേശുവിന് ആ സമയത്ത് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഗത്സമന പ്രയർ നാം ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:44. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. ഹീബ്രൂസ് 5:7 നമ്മളെ മനസ്സിലാക്കുന്നത് in the days of his flesh, earthly life, but it is especially points to Jesus' agony in the Garden of Gethsemane as he wrestled with the imminent prospect of taking over our sins upon himself. Secondly, Jesus' intense struggle in the garden was not over the physical agony of crucifixion. തൻ്റെ മരണത്തെക്കുറിച്ചല്ല അദ്ദേഹം വിഷമിച്ചത്. Of course, as a fleshly or earthly manner it was there, but he was struggling with the thoughts of being separated from the Father. തൻ്റെ പിതാവുമായിട്ടുള്ള സംസർഗം 3.5 മണിക്കൂറത്തേക്ക് അത് മാറിപ്പോകുന്നു. ലോകത്തിൻ്റെ പാപം ഏറ്റെടുക്കേണ്ടി വന്നുകൊണ്ട് പിതാവിൽ നിന്നുള്ള വേർപാടിനെ ഓർത്താണ് യേശു കരയുന്നത്. This was so intense that he literally sweat blood. Same thing happened at the cross. On the 9th hour, Jesus cried with a loud voice, my God, why have you forsaken me? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ലൂക്കോസ് 22:42 വാക്യത്തിൽ യേശു തൻ്റെ പിതാവിന് പരിപൂർണമായി കീഴ്പ്പെടുന്നു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 8-ാം വാക്യം നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അത് ഞാൻ 8, 9, 10 വായിക്കുകയാണ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിരിക്കുന്നു. മൽക്കിദേസേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഈ 3 വാക്യങ്ങളെ കൂടി സംഗ്രഹിച്ചാൽ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 52 വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകും. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. തൻ്റെ അനുഭവങ്ങൾ കൊണ്ടും പരീക്ഷകൾ കൊണ്ടും പ്രാർത്ഥനകളും അപേക്ഷകളാലും തൻ്റെ ദൗത്യം ചെയ്തു തീർത്തു. മനുഷ്യരാശിയുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അത് നേടി സ്വർഗത്തിൽ നമുക്ക് ഒരു മഹാപുരോഹിതനായി യേശു വാഴുന്നു. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. ഹീബ്രൂസ് 5:11 മുതൽ 13 വരെ നമ്മളിപ്പോൾ സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ എബ്രായ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴും നാമമാത്രമായ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മളെ പലരെയും വളരെയധികം പ്രായോഗികമായ രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ മാന്യതയുള്ളവരാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ 5-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ എനിക്ക് പിടികിട്ടി എന്തുകൊണ്ടാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്നാമത് ഇവർ മാന്യതയുള്ളവരാണ്. ദൈവവചനത്തിൻ്റെ പൊരുളുകൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ദൈവവചനം പഠിക്കുകയും അത് ശരിയായി മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ നാം ആത്മീയമായ കാര്യത്തിൽ വീണ്ടും ശിശുക്കളായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ശിശുക്കളെ പോലെ പാല് കുടിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കുക. അതാണ് ഇന്നത്തെ നമ്മൾ ക്രിസ്ത്യാനികളുടെ പലരുടെയും രീതി. കാലം കൊണ്ട് ഉപദേഷ്ടാക്കന്മാർ ആകേണ്ടവർ ഇപ്പോഴും ജീവിതം മുഴുവൻ ബാലപാഠങ്ങൾ വീണ്ടും പഠിച്ച് ജീവിക്കുന്നു. 14-ാം വാക്യത്തിൽ ക്രിസ്തുവിൽ വളർന്നാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ നാം വായിക്കുന്നു.
കട്ടിയായിട്ടുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ദൈവവചനം പഠിക്കുവാൻ, അത് ആഴത്തിൽ ശരിയായ ആത്മീയ വിവേചന ശക്തിയോടെ മനസ്സിലാക്കുവാൻ, ധ്യാനിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കേൾക്കാൻ മാന്യത എന്ന അപകട സൂചന ലേഖകൻ പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അധികം പറയാനുണ്ട്, എന്നാൽ കേൾക്കാനും ഗ്രഹിക്കാനും നിങ്ങൾക്ക് മനസ്സില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ ശരിയായ ആത്മീയ വിവേചന ശക്തി ആവശ്യമാണ്. ദൈവവചനത്തെക്കുറിച്ച് ശരിയായ അറിവ് വേണം. ഇന്നുള്ള മിക്ക ക്രിസ്ത്യാനികളെ പോലെ അവർ ആത്മീയ കാര്യത്തിൽ ശിശുക്കളായിരുന്നു. ദൈവവചനം കൂടാതെ ഒരു വിശ്വാസിക്ക് വളരുവാൻ പറ്റുകയില്ല. ശിശുക്കൾ സ്വാർത്ഥതയുള്ളവരാണ്. കട്ടിയായ ആഹാരം അവർക്ക് ദഹിക്കത്തില്ല. ഇന്ന് നമ്മൾ പലരും ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിച്ച് അത് തന്നെ കേട്ട് നമ്മൾ ജീവിക്കണം. എന്നാൽ ഈ വചനത്തിൽ വളരുവാൻ, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. കൂടുതൽ വചനം പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനും എല്ലാം ദൈവമേ നമുക്ക് സാധിക്കണേ, സഹായിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹീബ്രൂസ് 5-ാം അധ്യായം ബൈബിൾ സ്റ്റഡി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.